ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു ബലം കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ കൂട്ടുകാർക്ക് എത്ര പേർക്കുണ്ട്? നമ്മൾ എത്രത്തോളം അധികം പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നമുക്ക് പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുക്കുമ്പം നമുക്ക് കൂടുതലായിട്ട് പ്രതികൂലങ്ങൾ വിഷമങ്ങളൊക്കെ വന്നാൽ കൂടിയും അതിൻ്റെ അവസാനം അതിനൊരു സക്സസ് ഉണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് ചുറ്റിനുള്ളവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, എന്ത് പ്രയാസം വന്നാലും അവരൊന്നും നമ്മളെ കൈവിടത്തില്ല, ആരുടെ മുന്നിൽ നമ്മളെ തള്ളി പറയത്തില്ലെന്നൊക്കെ ഉള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേങ്കിൽ അതൊക്കെ വെറും നമ്മുടെ തെറ്റായ ധാരണകൾ മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സ് ഏത് സമയം ഏത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ മാറും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്ര പ്രിയപ്പെട്ടവർ നമ്മൾ കരുതുന്നവരായിരിക്കാം, നമ്മളെ ഒരുപാട് മനസ്സിലാക്കിയവരായിരിക്കാം, ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ലെന്ന് വിചാരിച്ചവരായിരിക്കാം. അതൊക്കെ എത്ര നാളെന്നറിയാമോ? നമ്മുടെ കയ്യിൽ പണവും സമ്പാദ്യവും നമുക്ക് ആരോഗ്യവും നമ്മൾ നല്ല സ്ഥിതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾക്കൊരു വേദന, നമുക്കൊരു സങ്കടം, നമ്മളെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഒന്ന് പറയാൻ പോലും ചില സമയങ്ങളിൽ നമുക്ക് ആരും ഉണ്ടാവത്തില്ല. മുഴുവനായിട്ട് തകർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ സങ്കടം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കേട്ടിരിക്കാൻ പോലും ചിലപ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല. പക്ഷേങ്കിൽ ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ സങ്കടങ്ങൾ, എന്ത് വിഷമമായാലും എന്ത് സങ്കടമായാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അത് കേട്ടിരിക്കാനെ കൊണ്ട് ഒരേ ഒരാളെന്ന് പറയാൻ നമുക്ക് ദൈവം തമ്പുരാനേ ഉള്ളൂ. യേശു ക്രിസ്തുവിൽ നന്നായിട്ട് വിശ്വസിച്ച് യേശുവിൽ ആശ്രയിക്കാന്നുണ്ടെങ്കിൽ ഉണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നേരിടാനുള്ള ശക്തി അതിൽ നിന്ന് കിട്ടും. കാരണം വെച്ചാൽ ജീവിതത്തിൽ ഞാൻ ഓരോ പ്രതികൂലങ്ങൾ വരുന്ന സമയത്ത്, ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ചിലപ്പോൾ രാത്രിയിൽ കിടന്ന ഉറക്കം വരാത്ത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ രാത്രിയിലെല്ലാം എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് മുന്നമേ അറിയുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ദൈവമേ ഇതിനൊരു സാഹചര്യം നീ ഒരുക്കല്ലേ ദൈവമേ, അതിനെന്തെങ്കിലും ഒരു തടസ്സം നീ വരുത്തണേ എന്നൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ചിലപ്പം ഫലം ഉണ്ടാവാറേ ഇല്ല. അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ, ഞാൻ നിന്നോട് എത്രത്തോളം പ്രാർത്ഥിച്ചത് ഇതിങ്ങനെ സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചതാന്ന് പറയും. പക്ഷേങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഫലം ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ദൈവത്തിന് നിശ്ചയം വേറെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ കാര്യം നടന്നില്ലെങ്കിലും ദൈവത്തിന് ആ വിഷയത്തിന് മേൽ വേറൊരു പദ്ധതി ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അതിനെ ഓർത്തിട്ട് സങ്കടപ്പെടുകയല്ല, അത് ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. ഇത് നിന്റെ കയ്യിൽ ഞാൻ തരികയാണ്, ഇത് നിന്റെ ഹിതം എന്തുവാണ് അത് നടക്കണം എൻ്റെ ജീവിതത്തിൽ, നിന്റെ ഇഷ്ടം എന്താണ് അത് നടക്കണം എന്നുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്തത്തിലൂടെ ദൈവത്തിലേക്ക് നമ്മളങ്ങ് സമർപ്പിച്ചു കൊടുക്കുക. പിന്നെ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല, നമ്മളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അവിടെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രതികൂലത്തെ നമുക്ക് നേരിടാൻ സാധിക്കത്തുള്ളൂ. എത്ര വലിയ കാഠിന്യമേറിയ പ്രശ്നമായാലും അതിന് പരിഹാരം കാണാൻ ദൈവത്തിന് സാധിക്കും. കാരണം നമ്മൾ ദൈവത്തെ ഒന്ന് ആശ്രയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് എന്ത് പ്രതികൂലം വന്നാലും, നമ്മളെ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും, നമ്മളെ ആരൊക്കെ നശിപ്പിക്കാൻ നോക്കിയാലും ഒരു ശക്തിക്കും നമ്മളെ നശിപ്പിക്കാനും തകർക്കാനും സാധിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു കരം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു താങ്ങായി തണലായിട്ട് ദൈവത്തിൻ്റെ കരം ഉണ്ടാവും. അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ മാത്രം മതി. കാരണം വെച്ചാൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്കാണെന്നേ, നമ്മൾ തിരിച്ചു പോകുന്നത് ഒറ്റയ്ക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ ആരെയും കൊണ്ടുമല്ല വന്നത്, നമ്മൾ പോകുന്നത് ആരെയും കൊണ്ടുമല്ല. സോ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താവണം എന്താവണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് അനുഭവിക്കണം എന്ത് അനുഭവിക്കേണ്ടെന്ന് ഇവിടെയുള്ള മനുഷ്യരല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്. കാരണം ദൈവമാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത്. അപ്പോൾ ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ സൃഷ്ടിച്ചു വിട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം പ്രതികൂലം വന്നാലും എന്തെല്ലാം സങ്കടം വന്നാലും അതിനെ എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ അതിനെ നേരിടണം എന്നുള്ള വഴിയും ദൈവം തന്നെ കാട്ടിത്തരും. അത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ പ്രയാസങ്ങളൊക്കെ വന്നാൽ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കാതെ, അതുപോലെ തന്നെ ആണെങ്കിൽ എപ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള അന്ധവിശ്വാസം നമ്മൾ കളഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഉണ്ടാവത്തുള്ളൂ, നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ദൈവമേ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി എൻ്റെ കൂട്ടുകാർ ജീവിക്കുക. അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാൽ നമുക്ക് അതിനെ നേരിടാനുള്ള ശക്തി കിട്ടും. നമ്മൾ എന്ത് പ്രയാസം വന്നാലും അതിനെ നമ്മൾ നേരിടും, എന്ത് സങ്കടം വന്നാലും അതിനെ നേരിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ.